ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പള്ളിയിൽ പോകാൻ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് തൊട്ടാൽ നടക്കാനുള്ള ദൂരമുള്ളൂ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ബസ്സിന് പോകണം, എന്നിട്ട് വേണം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പള്ളിയിൽ പോയിട്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവളുടെ കഴിയുന്നവരെ നമ്മളവിടെ നിൽക്കണം കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് ക്രിസ്മസ് ഫണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. അതാ കുഞ്ഞൂസ് ലച്ചു അതിലേ നടക്കുന്നുണ്ട്. അപ്പം ലച്ചുവിനെ അങ്ങനെ കൂട്ടാറില്ല. ലച്ചുവിനെ ഞാൻ എപ്പോഴേലും 1-2 പ്രാവശ്യമൊക്കെ കൂട്ടിയാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ കൂട്ടാറേ അവളില്ല. കൂടുതലും വീട്ടിൽ തന്നെയാണ്. കാരണം ഞാൻ രാവിലെ ഇപ്പോൾ ഈ ടൈമിലൊരു 8 മണി 8:30 പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 12:15 വരെ അവിടെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ അവളെ കൂട്ടാറേ ഇല്ല. ഇന്ന് പിന്നെ അവൾക്ക് മറ്റൊക്കെ ക്രിസ്മസ് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒന്ന് കൂട്ടാമെന്ന് വിചാരിച്ചത്. അപ്പം ഇവിടുന്ന് നമ്മൾ വരദൂരിൽ നിന്ന് നേരെ കരണിക്ക് പോകണം. കരണിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം കേട്ടോ പള്ളിയിലേക്ക്. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന വഴി കാര്യങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഇനിയും ബസ് വരണം കേട്ടോ. കുറച്ച് നേരം നിൽക്കേണ്ടി വരും. ഒരു ഓട്ടോ വന്നായിരുന്നു, പക്ഷേ എനിക്ക് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ഓട്ടോയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ ബസ് വരുമായിരിക്കും. ബസ് വരുമ്പോൾ നമുക്ക് പോകേണ്ടത് ഇതുകൊണ്ട് അങ്ങോട്ടേക്ക്, പിന്നെ അതാ പനമരത്തേക്ക് അങ്ങോട്ട് കേട്ടോ. അവിടെ നിന്നാണ് ബസ് വരേണ്ടത്. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്ക്. അവിടെ കേട്ടോ വന്ന് ബസ് ഇറങ്ങുന്നത്. ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതുവഴിയാണ് നടന്നു പോകേണ്ടത്. ഇതിൽ കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ പള്ളിയിലെത്തി. ഞാൻ ബസ് കയറുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം 2 പേരില്ലേ, അവരെയും പിടിച്ച് ബസ് കയറുമ്പോൾ അതും കൂടി എടുത്താൽ ചിലപ്പം പിള്ളേർ താഴെ കിടക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ. എങ്ങനെ പോയാലും നമ്മൾ പള്ളിയിലെത്തുമ്പോൾ വൈകും. അവിടുന്ന് എന്താ പറയുക, നേരത്തെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എങ്ങനെ പോയാലും സമയം പോകും. ചിലപ്പോൾ 8 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ എത്താം. ഞാൻ 8:15 ഇറങ്ങുമ്പോൾ, പക്ഷേ എങ്കിൽ 8:20 ബസ് കിട്ടിയില്ല. ബസ് ഇല്ലായിരുന്നു 8:20. ആ 8:20 ബസ്സിന് പകരം എനിക്ക് തോന്നുന്നത് 8:30 കഴിഞ്ഞപ്പോഴായിരുന്നു. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ 8:30ക്കാണ് കുർബാന തുടങ്ങുന്നത്. ഇപ്പോൾ അവിടെ തുടങ്ങി കുറച്ചായിട്ടുണ്ടാവും. എന്തായാലും അവിടുത്തെ പള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ എന്തായാലും കുർബാനയും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ബാക്കി വെച്ച് നമുക്ക് കൂടാം. അപ്പോൾ ഈ ഒരു വളവ് തിരിഞ്ഞിട്ട് വേണം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഈ ഒരു വളവ് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി നടന്നാൽ നമ്മുടെ പള്ളി എത്തി. അപ്പോൾ അതാ ഏകദേശം എത്താനായിട്ട് നമ്മൾ പള്ളിയിൽ കുർബാന തുടങ്ങി കുറച്ചായിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, 1/4 മണിക്കൂർ കഴിഞ്ഞു കുർബാന തുടങ്ങിയിട്ട്. ഇപ്പോൾ സമയത്തായി, ഇപ്പോൾ 8:50 സമയം. 8:30 നടക്കുന്നത് കുർബാനയാണ്. ബസ് കിട്ടാൻ വൈകിപ്പോയി. ബൈബിൾ വായനെത്തി. അയ്യോ താട്ടോ പള്ളി. പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടോ ഇവിടെ. ഈ അടിപൊളി. ബാക്ക് വശം ഫ്രണ്ട് വശം ചെന്ന് നോക്കാം. ഇപ്പോഴല്ല, ഞാൻ പിന്നെ ഫ്രണ്ട് വശമൊക്കെ കാണിച്ചു തരാം. അയ്യോ, ഇവിടെയൊക്കെ ഫുള്ള് വണ്ടിയുണ്ട്. നമ്മൾ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ, പക്ഷെ ഒരുപാട് വണ്ടിയുണ്ട്. കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പം നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം 12:15 വരെയോളം ഇരിക്കണം. ഇപ്പോൾ ഇതാ നടു റോട്ടിലാണ് ഇരിക്കുന്നത്. കാരണം അവിടെ പഠിപ്പിക്കുകയല്ല, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേദാടം പഠിപ്പിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ മോളിൽ പോയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോകും, കാരണം ക്രിസ്മസിൻ്റെ ഫ്രണ്ട് കൈമാറുന്നതാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ മുകളിലേക്ക് പോകും. ഇപ്പം തൽക്കാലത്തേക്ക് ഞാനിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇതേപോലെ ആട്ടോ ഞാനിവിടെ ഇരിക്കാറ്. ഇതാ കണ്ടോ, ഈ റോഡേലായിരിക്കാറ്. മഴയുള്ളപ്പോൾ പള്ളിയിലേക്ക് കയറിപ്പോവും, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ വല്ല വീഡിയോ ഒക്കെ കണ്ടിരിക്കുമോ, അതല്ലെങ്കിൽ വല്ല റീൽസ് എടുക്കുമോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണ്ട, അതൊന്ന് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. നേരത്തെ ഞാനൊരു പുൽക്കൂടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അതായിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ബാക്ക് വശത്തുനിന്ന് കണ്ടപ്പോൾ എന്തോ വലിയ ആയെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞത്, പക്ഷെ ആയില്ല. പിന്നെ ഇതാണ്, ഞാൻ പള്ളിയിലിപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇവിടെ വന്നിരിക്കാത്തത്. ഇന്ന് പിന്നെ അവൾ വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് അവളെയും കൂട്ടി ഇവിടെ വന്നിരുന്നതാണ്. ഇവിടെ എവിടെയോ ഉണ്ട് കളിക്കാൻ കണ്ടോ.
അപ്പം നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്നിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ പഠിപ്പീരൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചു ഇവിടെ തന്നെ വന്നിരിക്കാമെന്ന്, കുറച്ച് നേരം കൂടെ ഇവിടെ ഇരിക്കണം. പിന്നെ അത് തന്നെയല്ല, എനിക്ക് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ വണ്ടി ഇതിലേ പോകുന്നതുകൊണ്ട് ആ ഒച്ച വരിക, പിന്നെയും കളയുക, പിന്നെ ഇത് ഒരുപാട് നേരം ഇതിൻ്റെ പുറകെ നിൽക്കുന്നു. ഇപ്പം തന്നെ ആണെങ്കിൽ എന്താ ഉണ്ടോ, അതേപോലെ വീഡിയോ എടുക്കുമ്പോൾ ഓരോ വണ്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുമാണ്. എന്താ പറയുക, വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ എടുക്കുന്നു ഇടുന്നു. ഇതുണ്ടോ, ഇതുപോലെ വണ്ടികൾ വരും നമ്മളിവിടെ ഇരിക്കുമ്പോൾ. എന്തായാലും ഇരുന്നാലേ പറ്റുമോ. കുറച്ച് കഴിയുമ്പം കയറി പോകണം, മുകളിലേക്ക് കയറി പോകണം. കാരണം അന്നേരം ഇപ്പോൾ അവർ പഠിപ്പിക്കുക, ക്രിസ്മസ് ഫ്രണ്ടൊക്കെ കൊടുക്കുന്നില്ല. അപ്പോൾ അന്നേരം പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറേ പേര് വരുന്നുണ്ട്. അവിടെ ബെല്ലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന ക്രിസ്മസ് ഫ്രണ്ടൊക്കെ കൊടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറലൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോകാം, എന്തായാലും കാണാം. നമുക്ക് ഞാൻ കഴിയുമ്പം ലാസ്റ്റ് ഘട്ടമാകുമ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കാറാണ് ചില ടൈമിൽ, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കേട്ടോ. എന്തായാലും നമുക്ക് അവിടെ പോയിരിക്കാം. എന്നിട്ട് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. എന്നിട്ട് എന്ത് പണിയെടുക്കുക, നമുക്ക് അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വരാം. എൻ്റെ കൂടെ ഇതാ നമ്മുടെ ലച്ചു ഉണ്ട് കൂടെ. ലച്ചു ഇന്നെന്താ, അവൾക്ക് മറ്റൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് ആയതുകൊണ്ട് അവൾ വിചാരിച്ച എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഒരു പരിപാടിയില്ല. അവൾ കുറേ നേരമായി പോസ്റ്റ് അടിച്ചിരിക്കുന്നു, ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, പിന്നെ വെള്ളവും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനിയിപ്പം ഇത് കഴിഞ്ഞിപ്പോൾ സമയം എത്രയായി? ഇപ്പം സമയം 11:38 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് അവളുടെ അതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഇപ്പം എന്തായാലും പിള്ളേരൊക്കെ കയറുന്നുണ്ട്, നമുക്ക് എന്തായാലും പോകാം അങ്ങോട്ടേക്ക്. എന്തായാലും ക്രിസ്മസ് ഫ്രണ്ട് എടുക്കുമ്പം ഗിഫ്റ്റ് കൈമാറുമ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, അവിടെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് ആരെയാ, ക്രിസ്മസ് ഫ്രണ്ട് ആരെയാ കിട്ടിയേ? പിന്നെന്താണ്, ഇങ്ങോട്ട് നോക്ക്. പിന്നെ ഉണ്ട്. ഇതാരെ പുതിയ ഡ്രസ്സ് എടുത്തല്ലേ? ലച്ചുവിന് അമ്മ എടുത്തല്ലേ? മൂക്കിന് എന്നെ പറ്റിയാ, എങ്ങനെ മുറിഞ്ഞ? എങ്ങോട്ട് നോക്കിയാ? എങ്ങനെ പൊള്ളി ആണോ? സമ്മാനം കൊടുക്കും. ആരെയാ കിട്ടിയത് സമ്മാനം കൊടുക്കാന്? ആരെയാ കിട്ടിയ സമ്മാനം കൊടുക്കാന്? അത് അമ്മ നോക്കുന്നതാ. പോ നമുക്ക്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ നോക്കും കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞൂസിന് കിട്ടിയ ഗിഫ്റ്റാണ്. അവൾ എന്തായാലും അതൊന്ന് നോക്കട്ടെ, തുറന്ന് നോക്കട്ടെ. നമുക്ക് നോക്കാം എന്താ അവൾക്ക് കിട്ടിയെന്നുള്ളത്.
അവൾക്ക് സമാധാനമില്ല എന്താന്ന് നോക്കാണ്ട്. വീട്ടിലെത്തുന്നവരെ അവൾക്ക് ക്ഷമിക്കാനുള്ള ഒരു ഇതില്ല. അതാന്ന് വിചാരിക്കണ്ട, അതിൻ്റെ ഉള്ള എന്തേലും ഉണ്ട്, വേറെ എന്തേലും ആയിരിക്കും. അവിടെ ഒന്നും പൊളിച്ചിട്ടില്ലേ? അവക്ക് കിട്ടിയത് ഒരു കപ്പാണ്, കപ്പ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ലച്ചു നിനക്ക് വണ്ടി വരും, വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇതിലേ ഒരു ഇടവഴിയുണ്ട്. അയ്യോ എനിക്ക് സാധനം വാങ്ങാനുണ്ടായിരുന്നല്ലോ. സാരമില്ല, ഇടവഴിയുണ്ട്. അപ്പം ഇതിലെയാണ് നമ്മൾ എന്താ പറയുക, കുറച്ച് എളുപ്പത്തിലെത്തും. ദൂരം നടക്കണ്ട, കുറേ ദൂരം നടക്കണ്ട, കുറച്ച് നടന്നാൽ മതി. അപ്പോൾ അപ്പോഴേക്കും ബസ് സ്റ്റോപ്പ് എത്തും. അപ്പോൾ ഇതുവഴിയാട്ടോ ഞങ്ങൾ വരാറ്. ഇതുണ്ട് ഒരു ചെറിയൊരു വഴിയാണ്, ആ വഴി കൂടിയാണ് നമ്മൾ വരാറ്.